ഹലോ ഡിയർ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാറ്റ ലിങ്ക് ലെയർ ആണ് ഈ മൊഡ്യൂൾ. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എറർ ഡിറ്റക്ഷൻ കറക്ഷൻ്റെ എറർ ഡിറ്റക്ഷൻ്റെ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ VRC, LRC, അതേപോലെ ചെക്ക് സം, CRC ഈ 4 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ എറർ ഡിറ്റക്ട് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോബ്ലം ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. അത് ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറർ ഡിറ്റക്ഷൻ പ്ലസ് കറക്ഷൻ ആണ്. എറർ ഡിറ്റക്ട് ചെയ്താൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം കൂടെ ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സോ എറർ ഡിറ്റക്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, എവിടെയാണ് എറർ അല്ലെങ്കിൽ എറർ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതിയായിരുന്നു എറർ ഡിറ്റക്ഷനിൽ. പക്ഷേ എറർ കറക്ഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വേണം, എറർ ഡിറ്റക്ട് ചെയ്തിട്ട് ആ എറർ എവിടെയാണെന്ന് അറിയുകയും വേണം, അത് കറക്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, സോ എറർ കറക്ഷൻ കോഡ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് കറക്റ്റ് ദി എറേഴ്സ് വെൻ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം സെൻറ്റർ ടു ദി റിസീവർ. സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ പാസ് ചെയ്യുമ്പം എറർ ഡിറ്റക്ട് ചെയ്യും, അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കോഡ്സിനെയാണ് എറർ കറക്ഷൻ കോഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ എറർ കറക്ഷൻ ക്യാൻ ബി ഹാൻഡിൽ ഇൻ 2 ways. 2 രീതിയിൽ നമുക്ക് എറർ കറക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ബാക്ക്വേർഡ് എറർ കറക്ഷൻ, സെക്കൻഡ് വൺ ഫോർവേഡ് എറർ കറക്ഷൻ. ബാക്ക്വേർഡ് എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ വൺസ് ദി എറർ ഈസ് ഡിസ്കവേർഡ് ദ റിസീവർ റിക്വസ്റ്റ് ദ സെൻഡർ ടു റീട്രാൻസ്മിറ്റ് ദ എൻ്റർ ഡാറ്റ യൂണിറ്റ്. അതായത് നമ്മൾ റിസീവർ എറർ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മുഴുവൻ ഡാറ്റയും റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡറിനോട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുക. അതിനാണ് ബാക്ക്വേർഡ് എറർ കറക്ഷൻ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഫോർവേഡ് എറർ കറക്ഷൻ ആണെങ്കിൽ റിസീവർ എന്ത് ചെയ്യില്ല, സെൻഡറിനോട് അത് റീസെൻഡ് ചെയ്യാൻ പറയില്ല, പകരം അത് കറക്റ്റ് ചെയ്യാൻ നോക്കും, ആ കോഡ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അതാണ് ഫോർവേഡ് എറർ കറക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. എ സിംഗിൾ അഡീഷണൽ ബിറ്റ് ക്യാൻ ഡിറ്റക്ട് ദ എറർ ബട്ട് കനോട്ട് കറക്റ്റ് ഇറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എറർ ഡിറ്റക്ഷൻ മെക്കാനിസത്തിലൊക്കെ നമ്മൾ 1-2 ബിറ്റ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ലൈനിൽ ഒരു ബിറ്റൊക്കെ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എറർ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുന്നുള്ളൂ. സോ ഫോർ കറക്റ്റിംഗ് ദ എറേഴ്സ് one has to know the exact position of the error. നമുക്ക് ഒരു എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അറിയണം, ആ എറർ എവിടെയാണെന്നുള്ളതിൻ്റെ എക്സാക്ട് പൊസിഷൻ അറിയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ഓർഡർ ടു കറക്റ്റ് ദി എറർ വി നീഡ് മോർ ബിറ്റ്സ് ടു ഫൈൻഡ് ദി എറർ, ലൊക്കേറ്റ് ദി എറർ ആൻഡ് കറക്റ്റ് ഇറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, if you want to calculate a single bit error, the error correction code will determine which one of the 7 bit is in error. അതായത് ഏത് ബിറ്റാണ് എറർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തിയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. To achieve this, we have to add some additional redundant bit. ഇതുവരെ നമ്മൾ ഒരു ബിറ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം ജസ്റ്റ് എറർ ഡിറ്റക്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു, ഉണ്ടോ ഇല്ലയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇത് കറക്റ്റ് ചെയ്യേണ്ട കേസ് വരുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യണം, റിഡണ്ടൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സപ്പോസ് R is the number of redundant bit and D is the total number of data bit. The number of redundant bit R can be calculated by using the formula. അതൊരു എത്ര എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല ഉണ്ട്. അവിടെ R എന്ന് പറയുന്നത്, സ്മോൾ r എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യേണ്ട എക്സ്ട്രാ ബിറ്റിൻ്റെ എണ്ണമാണ്. ആൻഡ് സ്മോൾ d എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ കയ്യിലുള്ള, ഇപ്പം കറൻ്റ്ലി നമ്മൾ എത്ര ബിറ്റ് വെച്ചിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്, ആ ബിറ്റിൻ്റെ ലെങ്ത് ആണ് D. ഓക്കെ, D എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റയുടെ ബിറ്റിൻ്റെ ലെങ്ത് ആണ്. R എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ റിഡണ്ടൻറ്റ് ബിറ്റിൻ്റെ എത്ര എണ്ണം വേണമെന്നുള്ളതിൻ്റെ ആ എണ്ണമാണ് R. സോ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എത്ര ഒരു നമ്പർ ഓഫ് ബിറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര എക്സ്ട്രാ ബിറ്റ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് എറർ ഡിറ്റക്ഷനും കറക്ഷനും പോസിബിൾ ആവാന്നുള്ളതിനാണ്. അതിന് എത്ര ബിറ്റ് ആഡ് ചെയ്യണം എന്നുള്ളതിനൊരു ഫോർമുലയുണ്ട്. ദാറ്റ് മീൻസ് 2 power r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d + r + 1. ഇവിടെ D എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി നമ്മുടെ കയ്യിലുള്ള എത്ര ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനിൽ എത്ര ബിറ്റ് ഉണ്ട് എന്നുള്ളതാണ് D മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആറിൻ്റെ വാല്യൂ മാറ്റി മാറ്റി കൊടുക്കും. ഓക്കെ, സോ ഡിക്ക് നമുക്ക് ഓൾറെഡി ഫിക്സഡ് വാല്യൂ ആയിരിക്കും. നമ്മളൊക്കെ ചിലപ്പോൾ 4 ബിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 8 ബിറ്റ്സ് ആയിരിക്കും, 6 ബിറ്റ്സ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ഈ ഡിൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ആറിൻ്റെ വാല്യൂ 1 2 3 4 5 അങ്ങനെ കൊടുത്തിട്ട് എപ്പോഴാണോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ സമയത്ത് എത്രയാണോ ആറിൻ്റെ വാല്യൂ അത്രയും എക്സ്ട്രാ ബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുക്കും. സോ നമുക്കൊരു 4 ബിറ്റ്സ് തന്നു കഴിഞ്ഞാൽ 2 power r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 + r + 1. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയാവണം, അതാണ് നമുക്ക്. 4 ബിറ്റ്സ് ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ, 2 power 1 ആറിൻ്റെ വാല്യൂ 1 ആക്കുക. 2 power 1 എന്നാൽ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 + 1 + 1 6.
പോസിബിൾ ആണല്ല. 2 നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. 2ൻ്റെ ആറിൻ്റെ വാല്യൂ 2 ആക്കി 4 ആവും. 4ഉം ഒരിക്കലും d പ്ലസ് 2 പ്ലസ് അല്ലെ 4 പ്ലസ് 2 പ്ലസ് 1 7 വരും, വരില്ല. ആറിൻ്റെ വാല്യൂ 3 ആക്കി നോക്കുക. 2 പവർ 3 ആണ് 8 ആണ്. സോ 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 പ്ലസ് 3 പ്ലസ് 1 അല്ലേ 7 വരുന്നുള്ളൂ. സോ 8 ഗ്രേറ്റർ ദാൻ 7 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എത്ര ബിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം? 3 ബിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കാണാനുള്ള ഫോർമുലയാണ് 2 പവർ r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d പ്ലസ് r പ്ലസ് 1. ഇത് ഓർത്ത് വെക്കുക. The value of r is calculated by using the above formula. That means 2 power r greater than or equal to d plus r plus 1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര എക്സ്ട്രാ ബിറ്റ്സ് ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് വാല്യൂ ഓഫ് d ഈസ് 4, ദാറ്റ് മീൻസ് നമ്മുടെ ഡാറ്റയുടെ വാല്യൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ആണെങ്കിൽ then the possibly smallest value that satisfy the above relation would be 3. അല്ലേ, 3 റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ 2 പവർ r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d പ്ലസ് r പ്ലസ് 1 എന്നുള്ള ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കത് കിട്ടും. സോ ടു ഡിറ്റർമൈൻ ദി പൊസിഷൻ ഓഫ് ദി ബിറ്റ് വിച്ച് ഈസ് ഇൻ എറർ, എ ടെക്നിക് ഡെവലപ്ഡ് ബൈ R.W. Hamming is Hamming code, which can be applied to any length of the data unit and uses the relationship between data unit and redundant unit. സോ നമുക്കറിയണം ഏത് ബിറ്റിലാണ് എറർ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് R.W. Hamming എന്നുള്ള ആൾ ഹാമിംഗ് കോഡ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ എറർ ബിറ്റ് കണ്ടെത്താനുള്ളൊരു മെക്കാനിസം ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് വേണ്ടത് ഈ 2 പവർ r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d പ്ലസ് r പ്ലസ് 1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് ആറിൻ്റെ വാല്യൂ കണ്ടിട്ട് ഈ റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ എൻഡിലെത്തുമ്പം അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ എവിടെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കാണാൻ പറ്റും. അതിന് വർക്കിംഗ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ എറർ കറക്ഷൻ യൂസിങ് ഹാമിംഗ് കോഡ്. ഹാമിംഗ് കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് എറർ കറക്ഷൻ നടത്തുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. സോ ആദ്യം പാരിറ്റി ബിറ്റ് എന്താണെന്ന് പറയണം. പാരിറ്റി ബിറ്റ് ഓൾറെഡി ഞാൻ നേരത്തെ നമ്മൾ VRCയും LRCയും പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു അല്ലേ. പാരിറ്റി ബിറ്റ് എന്നാൽ ദ ബിറ്റ് വിച്ച് ഈസ് അപ്പൻഡഡ് ടു ദി ഒറിജിനൽ ഡാറ്റ ഓഫ് എ ബൈനറി ബിറ്റ് സോ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് 1 ഈസ് ഈവൺ ഓർ ഓഡ്. 2 പാരിറ്റി ഉണ്ട്, ഈവൺ പാരിറ്റി ഉണ്ട്, ഓഡ് പാരിറ്റി ഉണ്ട്. അതായത് നമ്മളൊരു എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഡാറ്റയുടെ കൂടെ. എന്തിനു വേണ്ടിയിട്ട്? അത് പാരിറ്റി കണ്ടിട്ട് അത് ഓവർകം ചെയ്യും. ഈവൻ പാരിറ്റി അല്ലെങ്കിൽ ഓഡ് പാരിറ്റി. ഈവൻ പാരിറ്റി എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് 1 ഇൻക്ലൂഡിംഗ് പാരിറ്റി ബിറ്റ് ഈസ് ഈക്വൽ ടു ഈവൺ ആകണം. ഓഡ് പാരിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് 1 ഇൻക്ലൂഡിംഗ് പാരിറ്റി ബിറ്റ് ഈസ് ഈക്വൽ ടു ഓഡ് ആവണം. അങ്ങനെയാണ് അത് കാണുന്നത്. സോ ഈവൻ പാരിറ്റി എന്താ? ടു ചെക്ക് ദ ഫോർ ഈവൻ പാരിറ്റി ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് 1 ഈസ് ഈവൻ ദെൻ ദ വാല്യൂ ഓഫ് ദ പാരിറ്റി ബിറ്റ് ഈസ് 0. അതായത് ഓൾറെഡി ഉള്ള ഡാറ്റയുടെ 1ൻ്റെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ പാരിറ്റി ബിറ്റ് എന്തായിരിക്കും? 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് 1 ഈസ് ഇൻസ് ഓഡ് ദെൻ ദ വാല്യൂ ഓഫ് ദ പാരിറ്റി ബിറ്റ് ഈസ് 1. അതായത് ഈവൻ പാരിറ്റിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഈവൻ പാരിറ്റി ആക്കണം ഇൻക്ലൂഡിംഗ് പാരിറ്റി ബിറ്റ്. ഓഡ് പാരിറ്റി ആണെങ്കിലോ ടു ചെക്ക് ഫോർ ഓഡ് പാരിറ്റി ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് 1 ഈസ് ഈവൻ ദെൻ ദ വാല്യൂ ഓഫ് ദ പാരിറ്റി ബിറ്റ് ഈസ് 1. കാരണം ടോട്ടൽ നമ്പർ ഓഫ് 1ൻ്റെ എണ്ണം ഓഡ് ആക്കണം. അതിനാണ് നമ്മൾ എന്ത് പാരിറ്റി ബിറ്റ് 1 ആക്കി ആഡ് ചെയ്യും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് 1ൻ്റെ എണ്ണം ഓഡാണെങ്കിൽ നമ്മൾ പാരിറ്റി ബിറ്റിൻ്റെ വാല്യൂ എന്താക്കും? 0 ആക്കി കൊടുക്കും. സോ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈവൻ പാരിറ്റിയും ഓഡ് പാരിറ്റിയും. സോ അൽഗോരിതം ഓഫ് ഹാമിംഗ് കോഡ്, നമ്മൾ എങ്ങനെയാണ് ഹാമിംഗ് കോഡ് വെച്ചിട്ട് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ചെയ്യുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. And information of d bits are added to the redundant bits r to form d plus r. നമുക്ക് ഇൻഫർമേഷൻ d ബിറ്റ്സ് ആണുള്ളത്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ആയിട്ട് റിഡൻഡൻ്റ് ആയിട്ട് r ബിറ്റ്സും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ d പ്ലസ് r ലെങ്ത് ഉള്ളൊരു ഡാറ്റയാണ് നമുക്ക് സെൻഡ് ചെയ്യാനുണ്ടാവുക. ഇനി നമുക്ക് അറിയേണ്ടത് the location of the each of the d plus r digit is assigned a decimal value. അതായത് d plus r എന്നുള്ളത് എത്ര ലെങ്ത് ഉണ്ടാവും അല്ലേ, ആ ലെങ്ത്തിനെ നമ്മൾ ഡെസിമൽ വാല്യൂ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. 1 2 3 4 5 തന്നെ അങ്ങനെ പ്ലസ് എത്ര വരെയാണുള്ളത് അത്രയും ലെങ്ത്തിൽ നമ്മൾ ഡെസിമൽ വാല്യൂ വെച്ചിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കും ഓരോ പൊസിഷനെയും. ഇനി നമുക്കതിൽ അറിയേണ്ടത് ആറിൻ്റെ നമ്മൾ എക്സ്ട്രാ ബിറ്റ്സ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ആർ നമ്പർ ഓഫ് അല്ലേ, സ്മോൾ ആർ നമ്പർ ഓഫ് എക്സ്ട്രാ ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. ഇത് കാണെങ്കിൽ എവിടെയാണ് ഈ ആർ ആഡ് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ 3 ബിറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ബിറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആ 3 ബിറ്റ്സ് നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യേണ്ടി വരിക അതറിയാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെയാണ് പറഞ്ഞത്. ദി ആർ ദാറ്റ് മീൻസ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ പൊസിഷൻ ഓഫ് 1 2 4 8 16 up to 2 power k minus 1. That means position of 2 power n. 2 power n അതായത് 2ൻ്റെ പവർ വരുന്ന പൊസിഷൻസിലൊക്കെ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? ഈ റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് 2 power 0 ആണ് ആദ്യം വരിക, അതായത് ഫസ്റ്റ് പൊസിഷൻ 1. ദെൻ 2 power 1 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് പൊസിഷൻ. 2 power 3 പറഞ്ഞാൽ 2 power 2 എന്ന് പറഞ്ഞാൽ ഫോർത്ത് പൊസിഷൻ. 2 power 3 എയ്ത്ത് പൊസിഷൻ. സോ 1 2 4 8 16 32 64 അങ്ങനെ പോകും. അതായത്
നമ്മൾ എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യേണ്ട പൊസിഷൻസ് ആണ് ഈ പറഞ്ഞത്. 2ൻ്റെ പവർ വരുന്ന പൊസിഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ്ട്രാ ബിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് എത്ര എണ്ണമാണോ ഉള്ളത് അത്രയും എണ്ണം ഓരോ പൊസിഷനിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ എക്സാമ്പിൾ കാണിക്കുക ഒന്നുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. At the receiving end, the parity bit are recalculated. The decimal value of the parity bit determines the position of an error. So നമ്മൾ ആദ്യം D+R വെച്ചിട്ട് ഡാറ്റ സെൻഡ് ചെയ്യും. അതിൽ ആറിൻ്റെ വാല്യൂ അല്ലെ 6 എന്നുള്ളത് എക്സ്ട്രാ ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അത് എവിടെ കൊടുക്കുക, 2ൻ്റെ പവർ വരുന്ന പൊസിഷനിലാണ് കൊടുക്കുക. അത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പാരിറ്റി ബിറ്റ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, 6ൻ്റെ വാല്യൂ 0 ആണോ 1 ആണോ ഓരോ സ്ഥലത്തുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതൊക്കെ പറയാം. അതിനുശേഷം അത് റിസീവറിലേക്ക് സെൻഡ് ചെയ്യും. റിസീവർ അഗെയിൻ പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അവിടുന്ന് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവും. അതിനനുസരിച്ച് എറർ ഉണ്ടെങ്കിൽ ആ വാല്യൂ അതിനനുസരിച്ച് എററുള്ള പൊസിഷനിൽ കാണിച്ചു തരും, അല്ലെങ്കിൽ നോ എറർ ആയി കാണിച്ചു തരും. ഓക്കെ, എക്സാമ്പിൾ അടക്കം കാണിക്കുമ്പോൾ ക്ലിയർ ആവും നമുക്ക്. സപ്പോസ് വി ഹാവ് ദ ഡാറ്റ 1010 വിച്ച് ഈസ് ടു ബി സെൻഡ്. നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റ 1010 ആണ്. അതായത് ഡീൻ്റെ വാല്യൂ എത്രയാണ്, 4 ബിറ്റ്സ് അല്ലേ, 4 ആണ്. D = 4 ആയി. സോ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് D = 4. സോ നമ്പർ ഓഫ് റിഡണ്ടന്റ് ബിറ്റ് R = അത് കാണാനുള്ള ഇക്വേഷൻ ആണ് 2^r D + R + 1. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആറിൻ്റെ വാല്യൂ വരണം. ഇവിടെ D = 4 ആണ്. സോ ദാറ്റ് മീൻ 2^r > or = 4 + R + 1. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആറിന് 1 കൊടുക്കുക, 2 കൊടുക്കുക, അങ്ങനെ കൊടുത്തു പോവുക. സോ ആറിൻ്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് 8 > 8 അല്ലെങ്കിൽ > or = 4 + 3 + 1 8 എന്ന് വരും. അതായത് 8 = 8. സോ 3 എന്നുള്ള വാല്യൂ ആറിന് വരുമ്പം, ആറിൻ്റെ വാല്യൂ 3 ആകുമ്പം നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വരും. ദാറ്റ് മീൻസ് നമുക്ക് എത്ര ബിറ്റ്സ്, 6 റിഡണ്ടന്റ് ബിറ്റ് ആഡ് ചെയ്യണം, 3 ബിറ്റ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത് എത്രയാണ്, D + R. അതായത് D എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ ബിറ്റും, R എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വഴി കണ്ടെത്തിയ റിഡണ്ടന്റ് ബിറ്റിൻ്റെ എണ്ണമാണ്. സോ 4 + 3 = 7 ബിറ്റ്സ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്തേക്കേണ്ടത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ എക്സ്ട്രാ 3 ബിറ്റ്സ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു 6 അല്ലേ. ആ എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യേണ്ട പൊസിഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് റിഡണ്ടന്റ് ബിറ്റ് ഈസ് 3. അതിനെ നമ്മൾ നെയിം കൊടുക്കുകയാണ് R1, R2, R4. നെക്സ്റ്റ് ഉണ്ടെങ്കിൽ R8, അത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ. R1, R2, R4 അങ്ങനെയാണ് 3 വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, റിഡണ്ടന്റ് ബിറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ദ പൊസിഷൻ ഓഫ് ദ റിഡണ്ടന്റ് ബിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് ദ കറസ്പോണ്ടിങ് ടു ദ റേസ്ഡ് പവർ ഓഫ് 2 അല്ലേ. 2ൻ്റെ പവർ വരുന്ന പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം R1 ഉള്ളത് വരുന്നത് എവിടെയാണ്, 2^0 അല്ലേ. 2^0 എന്നാൽ ഫസ്റ്റ് പൊസിഷനിൽ. R2 വരില്ലോ 2^1 സെക്കൻഡ് പൊസിഷൻ. R4 വരുന്നത് 2^2 ഫോർത്ത് പൊസിഷൻ. സോ അങ്ങനെയാണ്. അപ്പോൾ 3 പൊസിഷനാണ്. R1 ഫസ്റ്റ് പൊസിഷനിൽ, R2 സെക്കൻഡ് പൊസിഷനിൽ, R4 ഫോർത്ത് പൊസിഷനിൽ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദെർഫോർ ദ കറസ്പോണ്ടിങ് പൊസിഷൻസ് ആർ R1ൻ്റെ പൊസിഷൻ 1 ആണ്, R2ൻ്റെ 2^1 ആണ്, R4ൻ്റെ 2^2 ആണ്. ഓക്കെ, സോ നമുക്ക് എത്ര ബിറ്റ്സാന്ന് കിട്ടി, ടോട്ടൽ ലെങ്ത്ത് കിട്ടി, റിഡണ്ടന്റ് ബിറ്റിന് പേര് കൊടുത്തു R1, R2, R4. ദെൻ ഈ ഓരോ ബിറ്റിൻ്റെയും പൊസിഷൻ നമ്മൾ കണ്ടെത്തി. 1, 2^2 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2^0 ആണ്. 2^0, 2^1, 2^2. സോ ഓരോന്നിൻ്റെയും പൊസിഷൻസും നമുക്കിവിടെ കിട്ടി. ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, സോ ദ പൊസിഷൻ ഓഫ് R1 = 1, R2 = 2, R4 = 4. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ടോട്ടൽ 7 ബിറ്റ്സ് ഉണ്ടല്ലേ, 1, 2, 3, 4, 5, 6, 7. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പൊസിഷനും നമ്മൾ ഡെസിമൽ വാല്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു 1 മുതൽ 7 വരെ. അതിൽ നമുക്ക് ഏതൊക്കെ ബിറ്റിലാണ് നമുക്ക് റിഡണ്ടന്റ് ബിറ്റ്സ് വരും, R1 അല്ലേ, ഫസ്റ്റ് ബിറ്റിൽ R1, സെക്കൻഡ് പൊസിഷനിൽ R2 വരും, ഫോർത്ത് പൊസിഷനിൽ R4 വരും. അത് ആദ്യം എഴുതുക. പിന്നെ നമ്മുടെ ഡാറ്റ നേരത്തെ നമ്മൾ കണ്ട ഡാറ്റ എന്തായിരുന്നു, 1, 0, 1, 0. ഇതായിരുന്നു നമ്മുടെ ഡാറ്റ. 1, 0, 1, 0 അത് ഇങ്ങനെ എഴുതും, 1, 0, 1, 0. സോ ടോട്ടൽ 7 ബിറ്റ്സിൽ നമ്മൾ ഡാറ്റയായി റിഡണ്ടന്റ് ബിറ്റ്സിൻ്റെ പൊസിഷനും നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് കാണണം, R1ൻ്റെയും R2ൻ്റെയും R4ൻ്റെയും വാല്യൂസ് കണ്ടെത്തണം. അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഡിറ്റർമൈൻ ബൈ പാരിറ്റി ബിറ്റ് കാൽക്കുലേഷൻ. പാരിറ്റി ബിറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ്. അപ്പം R1ൻ്റെ പൊസിഷനിൽ 0 ആണോ 1 ആണോ എന്ന് നമുക്കറിയില്ല, R2ൻ്റെ വാല്യൂ 0 ആണോ 1 ആണോ അറിയില്ല, R4ൻ്റെ വാല്യൂ അറിയില്ല. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാരിറ്റി ബിറ്റ് കണ്ടിട്ടാണ് അത് കാണുന്നത്. സോ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് ഡിറ്റർമൈൻ ദി വാല്യൂ ഓഫ് R1ൻ്റെ വാല്യൂസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ the R1 bit is calculated by performing a parity check on the bit position whose binary representation include 1 in the first position. അതായത് ഇപ്പോൾ ഇവിടെ 1 എന്ന് എഴുതി അല്ലേ, 1, 2, 3, 4, 5, 6, 7 ഈ 7 പൊസിഷനും ഞാൻ ഡെസിമൽ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്താൽ നിങ്ങൾ ബൈനറി വാല്യൂ 4 ബിറ്റ്സിൽ എഴുതുക. അതായത് 0, 0, 0, 1 അല്ലേ, അതാണ് 1 എന്ന് പറഞ്ഞാൽ. 2 എന്ന് പറഞ്ഞാൽ 0, 0, 1, 0. 3 എന്ന് പറഞ്ഞാൽ 0, 0, 1, 1. 4 എന്നാൽ 0, 1, 0, 0 അങ്ങനെ പോകും അല്ലേ. സോ ഇങ്ങനെ ഓരോന്നിനും ഒരു
ഡെസിമൽ വാല്യൂവിനെ അനുസരിച്ചുള്ള ബൈനറി വാല്യൂ നിങ്ങൾ ഇവിടെ എഴുതി വെക്കാം. എന്നിട്ട് R1ൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് പൊസിഷനിൽ, അതായത് ഈ 1, 2, 3 ഒക്കെ ഇതിൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചത് അവിടെ. അപ്പം 1 എന്ന് പറഞ്ഞാൽ 0, 0, 1 ആണ്, 2 എന്ന് പറഞ്ഞാൽ 0, 0, 1, 0 ആണ്, 3 എന്ന് പറഞ്ഞാൽ 0, 0, 1, 1, 4 എന്ന് പറഞ്ഞാൽ 0, 1, 0, 0 ആണ്, 5 എന്ന് പറഞ്ഞാൽ 0, 1, 0, 1 ആണ്, 6 എന്ന് പറഞ്ഞാൽ 0, 1, 1, 0 ആണ്, 7 എന്ന് പറഞ്ഞാൽ 0, 1, 1, 1 ആണ്. അപ്പം R1ൻ്റെ വാല്യൂ പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പൊസിഷനിൽ 1 വരുന്നതാണ്. അതായത് ഈ ബിറ്റ് കണ്ടോ 1, മോസ്റ്റ് നോക്കുക നിങ്ങൾ, ഇവിടെ 1 വരുന്നത്. അതായത് ഈ പൊസിഷൻ്റെ വാല്യൂ നമ്മൾ ബൈനറിയിൽ എഴുതി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ ഭാഗത്ത് 1 വരുന്ന ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് വരുന്ന ഏതൊക്കെ ബിറ്റുള്ളത്? 1-ന് വരും, 2-ന് വരുമില്ല, കാരണം 2 എങ്ങനെ ഇതാ 0, 0, 1, 0 ആണ്. അതായത് ഫസ്റ്റ് പൊസിഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ അത് നോക്കണ്ട. 3 എന്ന് പറഞ്ഞാൽ 0, 0, 1, 1 ആണ്. സോ അവസാനത്തെ പൊസിഷനിൽ എന്ത് വന്നു? ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വന്നു? 1 വന്നു. 4-ന് വരുന്നില്ല, ദെൻ 5-ന് വരുന്നുണ്ട്, 6-ന് വരുന്നില്ല, 7-ന് വരുന്നുണ്ട്. അപ്പം ഈ 4 വാല്യൂസാണ് നമ്മൾ നോക്കേണ്ടത്. R1, 3, 5, 7, 1, 3, 5, 7. ഈ 4 വാല്യൂസിൽ 4 പൊസിഷനിലുള്ള നമ്പേഴ്സ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ R1ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല, അപ്പോൾ അത് പോട്ടെ. ബാക്കി 7-ലും 5-ലും 3-ലും ഏതൊക്കെ വരുന്നത് നോക്കാം. 1, 0, 0. അത് ടോട്ടൽ നമ്പർ ഓഫ് 1 എത്രയുള്ളത്? ഒരു 1 ഉള്ളൂ അല്ലേ? 7-ൽ മാത്രമേ 1 ഉള്ളൂ. 7, 5, 3 ആണ്. 7, 5, 3 ആണ്. 2 1 വരുന്നുണ്ട് അല്ലേ? എവിടേക്കാണ്? 7-ലും 5-ലും 1 വരുന്നുണ്ട്, 3-ൽ 0 ആണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഓഡ് പാരിറ്റി കാണാം, അല്ലെങ്കിൽ ഈവൻ പാരിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ തൽക്കാലം ഈവൻ പാരിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈവൻ പാരിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് 1ൻ്റെ എണ്ണം എന്താവണം? ഈവൻ ആവണം. സോ ഇവിടെ R1ൻ്റെ വാല്യൂ കാണാൻ വേണ്ടി ഞാൻ 3, 5, 7 എന്നുള്ള പൊസിഷനിലുള്ള വാല്യൂസ് നോക്കി. അവിടെ 1, 1, 0 എന്നാണ് കിട്ടിയത്. ഞാൻ ഈവൻ പാരിറ്റിയാണ് നോക്കുന്നത്. സോ 2 1 ഓൾറെഡി ഉണ്ട്. സോ ഇൻക്ലൂഡിങ് പാരിറ്റി ബിറ്റ് എന്തേ ആവേണ്ടുള്ളൂ? ഈവൻ ആയാൽ മതി. സോ ഓൾറെഡി ഈവൻ ആയതുകൊണ്ട് R1ൻ്റെ വാല്യൂ ഞാൻ കൊടുക്കും? 0 കൊടുക്കും. മനസ്സിലായോ? കാരണം ഇവിടെ ഓൾറെഡി 2 1 വന്നു. ടോട്ടൽ നമ്പർ ഓഫ് 1 എത്രയാണ്? 2, അതായത് ഈവൻ ആണ്. സോ R1ൻ്റെ വാല്യൂ ഞാൻ 0 കൊടുക്കും. കാരണം അത് ടോട്ടൽ നമ്പർ ഓഫ് 1 ഇൻക്ലൂഡിങ് പാരിറ്റി ബിറ്റ് എന്തായാൽ മതി? 0 ആയിരുന്നു. നമ്മൾ തൊട്ട് മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. സോ ഡിറ്റർമൈൻ ദി R1 bit. We observe from above figure that the bit position that include 1 in the first position are 1, 3, 5 and 7. So now we perform the even parity check at this bit position. The total number of 1 in these positions corresponding to R1 is even. Already even ആണ്. കാരണം 5-ൻ്റെയും 7-ൻ്റെയും പൊസിഷനിൽ മാത്രമേ 1 ഉള്ളൂ, 3-ൻ്റെ പൊസിഷനിൽ 0 ആണ്. സോ 2 1 ആണ് ഓൾറെഡി. ഈ 4 പൊസിഷൻ 1, 3, 5, 7 എന്നുള്ള ലൊക്കേഷൻ നോക്കുമ്പോൾ 2 1 ഓൾറെഡി ഉണ്ട്. സോ ഓൾറെഡി ഈവൻ ആണ്. സോ R1ൻ്റെ വാല്യൂ നമ്മൾ എന്താക്കും? 0 ആക്കും. കാരണം ഈവൻ പാരിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സോ ഇനി ഡിറ്റർമൈൻ ദ പാരിറ്റി ബിറ്റ് ഓഫ് R2 ബിറ്റ്. ഇനി R2 രണ്ടാമത്തെ റിഡൻഡൻ്റ് ബിറ്റാണ് R2. അതിൻ്റെ വാല്യൂ കാണണം. R1 നമ്മൾ കണ്ടു, അത് 0 ആണ്. R2ൻ്റെ വാല്യൂ കാണണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സോ അതിനുവേണ്ടി the R2 bit is calculated by performing the parity check on the bit position whose binary representation include 1 in the second position. അല്ലേ? രണ്ടാമത്തെ ബിറ്റിൻ്റെ R2ൻ്റെ കാണാൻ വേണ്ടി നേരത്തെ R1ൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് ബിറ്റിൻ്റെ പൊസിഷനിൽ 1 വരുന്നതാണ് നോക്കിയിരുന്നത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ പൊസിഷനിൽ 1 വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് രണ്ടാമത്തെ ബിറ്റിൽ 1 വരുന്നത് ഏതൊക്കെയാണ്? 0, 0, 1, 0. 2-ന് വരും, 3-ക്ക് വരും, 6-ന് വരും, 7-നും ഇല്ലേ? ഈ 1 ഈ പൊസിഷനിൽ 1 വരുന്നുണ്ട്. മോസ്റ്റ് ഇപ്പോൾ നോക്കുന്നത് കാണാം, ഈ പൊസിഷനിലൊക്കെ 1 വരുന്നത് നോക്കുന്നുണ്ട്. സോ അവിടെ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 7-ൽ 1 വരുന്നുണ്ട്, 6-ൽ 0 ആണ്, 3-ൽ 0 ആണ്. അതായത് 1, 0, 0. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നമ്മൾ ഈവൻ പാരിറ്റി നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് നമ്പർ ഓഫ് 1 എത്രയാണുള്ളത്? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ R2ൻ്റെ വാല്യൂ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? R2ൻ്റെ വാല്യൂ 1 ആയിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 2 1 വരും അല്ലേ? സോ വി ഒബ്സർവ് ഫ്രം ദി എബവ് ഫിഗർ ദാറ്റ് the bit position that include 1 in the second position are 2, 3, 6, 7 അല്ലേ? 2-ലും 3-ലും 6-ലും 7-ലും ആണ് സെക്കൻഡ് പൊസിഷനിൽ അതിൻ്റെ ബൈനറി എഴുതി കഴിഞ്ഞാൽ 1 വരുന്നിട്ടുള്ളത്. സോ now we perform even parity check of this bit position. The total number of 1 in this position correspond to R2 is odd. കാരണം 2, 3, 6, 7 എടുത്താൽ നിങ്ങൾക്ക് കാണാം ആകെ ഒരു 1 മാത്രമേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് 1ൻ്റെ എണ്ണം ഈവൻ ആണോ ഓഡാണോ നോക്കണം. ഓഡാണ്, കാരണം ഒറ്റ 1 ഉള്ളൂ. 7th പൊസിഷനിൽ മാത്രമേ ഒരു 1 മാത്രമേ ഉള്ളൂ. സോ അത് ഈവൻ ആക്കാൻ വേണ്ടി നമ്മൾ R2ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം?
1 ആക്കി ആഡ് ചെയ്യണം. കാരണം നമ്മൾ ഈവൻ പാരിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. സോ R2 ബിറ്റ് ഈസ് 1 നമുക്ക് ഇവിടെ കിട്ടും. ദെൻ ഇതേപോലെ R4 കാണാൻ വേണ്ടിയിട്ട് so calculate the R2 bit, we calculate the performing the parity check to the bit position whose binary representation include 1 in the third position അല്ലേ. നേരത്തെ ഫസ്റ്റത്തത് R1 കാണാൻ ഫസ്റ്റ് പൊസിഷനിൽ 1 ഉണ്ടോ നോക്കി, R2 കാണാൻ സെക്കൻഡ് പൊസിഷനിൽ 1 ഉണ്ടോ നോക്കി, R3 കാണാൻ തേർഡ് പൊസിഷനിൽ 1 വരുന്ന ബിറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത് പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേതൊക്കെ നോക്കാം. തേർഡ് ബിറ്റിൽ 1 വരുന്നതൊക്കെയാണ് 4ൽ വരുന്നുണ്ട്, 0 1 0 0, 5ൽ വരുന്നുണ്ട്, 6ൽ വരുന്നുണ്ട്, 7ൽ വരുന്നുണ്ട്. ഓക്കെ, 4 5 6 7 ഈ 4 പൊസിഷനിലാണ് തേർഡ് പൊസിഷനിൽ 1 വരുന്നത് അല്ലേ. തേർഡ് പൊസിഷനിൽ 1 വരുന്നിട്ടുള്ളത്. സോ അവിടെ എത്ര വൺസ് ഉണ്ട് ടോട്ടൽ? 7ൽ ഒരു 1 ഉണ്ട്, 6ൽ 0 ആണ്, 5ൽ ഒരു 1 ഉണ്ട്. സോ 2 വൺസ് ഓൾറെഡി ആയി. അതായത് ഈ 4 സെല്ല് കൺസിഡർ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് 1ൻ്റെ എണ്ണം ഓൾറെഡി എന്താണ്? ഈവൺ ആണ്. സോ R4ൻ്റെ വാല്യൂ നമ്മൾ എന്താക്കി കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. കാരണം ഈവൺ പാരിറ്റിയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം. So we observe from the above figure that the bit position that include 1 in the third position are 4, 5, 6 and 7. So now we perform even parity check of this bit position. The total number of 1 in this position correspond to R4 is even, already even ആണ്. കാരണം 7ലും 5ലും 2 വൺസ് വന്നു. സോ ടോട്ടൽ നമ്പർ ഓഫ് 1ൻ്റെ എണ്ണം ഈവൺ ആയതുകൊണ്ട് R4ൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കും 0 കൊടുക്കും. സോ നമുക്കിപ്പം R1ഉം R2ഉം R4ഉം കിട്ടി അല്ലേ. R1ൻ്റെ വാല്യൂ 0 ആണ് നമ്മൾ പാരിറ്റി ബിറ്റ് കണ്ടത്, R2ൻ്റെ വാല്യൂ 1 ആയിരുന്നു, R4ൻ്റെ വാല്യൂ 0 ആണ്. അപ്പം ഇതാണ് നമ്മൾ ടോട്ടൽ സെൻഡ് ചെയ്യുക. അതായത് 1 0 1 0 എന്നുള്ളതിൻ്റെ കൂടെ R4 R2 R1 ഈ 3 വാല്യൂം കൂടെ കൂടി ടോട്ടൽ 7 ബിറ്റ്സ് ആക്കിയിട്ട് നമ്മൾ സെൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് 1 0 1 0 0 1 0 ആണ്. ഓക്കെ, സോ നമ്മൾ പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വാല്യൂ കിട്ടിയത്. ഇതാണ് ഒരു സെൻഡർ റിസീവർക്ക് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി റിസീവർ ഇതേ സാധനം പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. R1ൻ്റെയും R2ൻ്റെയും R3ൻ്റെയും പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അത് 0 ആണെങ്കിൽ എറർ ഇല്ല എന്നാണ് അർത്ഥം. 0 അല്ല വേറെ എന്തെങ്കിലും ഡെസിമൽ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡെസിമൽ വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പൊസിഷനിൽ എറർ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതന്നെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടില്ല. പകരം ഒരു കാര്യം ചെയ്യാം. സപ്പോസ് ദ ഫോർത്ത് ബിറ്റ് ചേഞ്ച് ഫ്രം 0 to 1 ഇൻ ദ റിസീവിങ് എണ്ണം. ഇത് അയച്ചപ്പം ഇങ്ങനെയാണ് അയച്ചത്. പക്ഷെ റിസീവറിന് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഫോർത്ത് പൊസിഷനിൽ, അതായത് ഈ പൊസിഷനിൽ ഫോർത്ത് പൊസിഷനിൽ 0 ആണുള്ളത്. അതെന്തായി 1 ആയിട്ടാണ് കിട്ടുന്നത് വിചാരിക്കുക. സപ്പോസ് നമ്മൾ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പം ഈ ഫോർത്ത് പൊസിഷനിൽ 1 ആയിട്ടാണ് റിസീവർക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസീവർ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റിസീവർ ആൻഡ് R1 ബിറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഫസ്റ്റ് പൊസിഷനിൽ 1 വരുന്ന പൊസിഷൻ നോക്കുക, 1 3 5 7 നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് R1 നോക്കുക. സോ R1ന് 1 3 5 7 നോക്കി. 7ൽ 1 ആണ്, 5ൽ 1 ആണ്, 3ൽ 0 ആണ്, 1ൽ 0 ആണ്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് 1 7ലും 5ലും 2 എണ്ണം ഉള്ളൂ. സോ R1ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഈവൺ പാരിറ്റി നോക്കുകയാണെങ്കിൽ 0, കാരണം ടോട്ടൽ 2 വൺസ് ഓൾറെഡി ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൺ ആയതുകൊണ്ട് R1ൻ്റെ വാല്യൂ 0 പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇത് റിസീവർ എൻഡിലാണ്. ദെൻ so we observe that from the figure that binary representation of R1 is 1 1 0 0 അല്ലേ. അതായത് 1 3 5 7 എടുത്തു കഴിഞ്ഞാൽ 7ഉം 5ലും 1 1 3 0 അല്ലേ, 1 1 0 0 കിട്ടും. now we perform even parity check. The total number of ones appearing in the R1 bit is an even number. So therefore the value of R1 is R0. കാരണം ഓൾറെഡി ഈവൻ ആയതുകൊണ്ട് നമ്മൾ R1ന് പ്രത്യേകിച്ച് വേറെ 1 കൊടുക്കേണ്ട ആവശ്യമില്ല, 0 ആക്കി തന്നെ കൊടുക്കും. ഇനി R2 ബിറ്റ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ 1 വരുന്ന വാല്യൂസാണ് നോക്കേണ്ടത്. അതൊക്കെ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പാണ് കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് 2 3 6 7 എന്നുള്ള പൊസിഷൻ നോക്കിയാൽ മതി. നമ്മൾ 2 3 6 7 നോക്കാം. നിങ്ങൾ 7ൽ ഒരു 1 ഉണ്ട്, 6ൽ 0 ആണ്, 3ൽ 0 ആണ്, 2ൽ 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എത്രയുണ്ട്? 7 6 3 2 എടുക്കുമ്പം 2 1 അല്ലേ. 7ലും 2ലും മാത്രമേ 1 ഉള്ളൂ. സോ ഓൾറെഡി ഈവൻ ആണ്. സോ R2ൻ്റെ വാല്യൂ എന്താണ്? 0 ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. സോ വി ഒബ്സർവ് ദാറ്റ് ദ എബവ് ഫിഗർ ദാറ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് R2 is 1 0 0 1. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് 2 ആണ്, ഈവൻ ആണ്. സോ R2 is equal to 0. Now we perform the even parity check. The total number of 1 appearing in the R2 bit is an even number. So R2ൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ടു 0. റിസീവറിൽ നമുക്ക് 0 തന്നെ കിട്ടും. ഇനി R4ൻ്റെ വാല്യൂ നോക്കും നമ്മൾ. ദ ബിറ്റ് പൊസിഷൻ ഓൺ ദ R4 ബിറ്റ് ആർ
4, 5, 6, 7 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. തേർഡ് പൊസിഷനിൽ 1 വരുന്നതാണ് നമ്മൾ ഇതിന് വേണ്ടി നോക്കുക അല്ലേ. സോ 4, 5, 6, 7 നോക്കുന്നു. സോ 4, 5, 6, 7 നോക്കി. അപ്പം 1, 0, 1, 1 അല്ലേ. 1, 0, 1, 1 ആണ് നമുക്ക് കിട്ടുന്നത്. 1, 0, 1, 1. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വൺസ് ഉണ്ട്? 1, 2, 3 വൺസ് ഇവിടെ പ്രസൻ്റ് ആണ്. അതായത് ഇത് ഈവൻ പാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ R4ൻ്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം അല്ലേ. സോ നൗ വി പെർഫോം ദി ഈവൻ പാരിറ്റി ചെക്ക്. ദ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് പ്രസൻറ്റ് ഇൻ ദ R4 ബിറ്റ് ഈസ് ഇൻ ഓഡ് നമ്പർ അല്ലേ. കാരണം 3 1 ആണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ therefore we give the value R4 is equal to 1. R4ൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കും നമ്മൾ. ഓക്കെ, 1 ആക്കി കൊടുത്തു. കാരണം ഈവൻ പാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? R4ൻ്റെ വാല്യൂ 1 ആക്കണം. എന്നാലേ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആവുള്ളൂ. ഇവിടെ ഓൾറെഡി 3 1 ഉണ്ട്. അപ്പോൾ ഒരു 1 കൂടെ 4 ആവും. അതാണ് ഇവിടെ ഐഡിയ. സോ R4 is equal to 1 ആക്കി കൊടുത്തു. സോ ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിഡണ്ടൻറ്റ് ബിറ്റ് ഈസ് R4, R2, R1. നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. തിരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. R4, R2, R1. എപ്പോഴും ഇങ്ങനെ തന്നെ. ഇനിയിപ്പം R8 ഉണ്ടെങ്കിൽ R8, R4, R2, R1 ഇങ്ങനെയാണ് എഴുതുന്നത്. സോ R4, R2, R1 ഈസ് R4ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലേ. R2ൻ്റെ വാല്യൂ 0, R1ൻ്റെ വാല്യൂ 0. സോ 1, 0, 0. തൊട്ട് നമ്മൾ കണ്ടതാണ്. R4ഉം R2ഉം R1ഉം വാല്യൂ കണ്ടതാണ്. R4 1 കിട്ടി, R2 0 കിട്ടി, R1 0 കിട്ടി. സോ 1, 0, 0 എന്ന് കിട്ടും. ദാറ്റ് മീൻ 1, 0, 0 ഈസ് കറസ്പോണ്ട് ടു ഡെസിമൽ വാല്യൂ 4. അവിടെ 4 എന്ന് കിട്ടി. സോ ദെർഫോർ ദ എറർ ഒക്കേഴ്സ് അറ്റ് ദി 4th പൊസിഷൻ. അതായത് 4ാമത്തെ ബിറ്റിൻ്റെ പൊസിഷനിലാണ് എറർ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് കിട്ടി അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ 4ാമത്തെ ബിറ്റിൽ 0, 1 ആക്കിയിട്ടാണ് അയക്കുന്നത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതായത് 4ാമത്തെ പൊസിഷനിലാണ് എറർ നമുക്ക് കിട്ടി. അതായത് അവിടെ ഒരു 0ന് പകരം 1 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം റിസീവർക്ക് അവിടെ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് ജസ്റ്റ് കോംപ്ലിമെൻറ്റ് ചെയ്താൽ മതി അല്ലേ. സോ ദ ബിറ്റ് വാല്യൂ മസ്റ്റ് ബി ചേഞ്ച് ഫ്രം 1 to 0 ടു കറക്റ്റ് ദി എറർ. സോ നമ്മളവിടെ 4ൽ 1 ആണ് ഉണ്ടാവുക റിസീവർ സെൻറ്റർ. അങ്ങനെ നമ്മൾ ഈ എറർ വരുന്നുള്ളൂ. സോ അത് മാറ്റിയിട്ട് എന്താവും? 0 ആക്കി കഴിഞ്ഞാൽ ആ എറർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഹാമിംഗ് കോഡ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്. ഇവിടെ നോക്കാം, നിങ്ങൾ ഈ R4ൻ്റെ വാല്യൂ ഇപ്പം എറർ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. എറർ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ R4, R2, R1 എഴുതി കഴിഞ്ഞാൽ 0, 0, 0 എന്നേ കിട്ടുള്ളൂ. സോ നോ എറർ എന്നാണ് അതിൻ്റെ മീനിങ്. എറർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി അതിന് കറസ്പോണ്ടിങ് ഡെസിമൽ കാണാം. ആ പൊസിഷനിലാണ് എറർ നമുക്ക് കിട്ടും. അവിടെയുള്ള വാല്യൂ എന്താണോ അത് ജസ്റ്റ് കോംപ്ലിമെൻറ്റ് ചെയ്താൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. സോ ഇതാണ് എറർ കറക്ഷൻ ഡ്യൂട്ടിങ് ഹാമിംഗ് കോഡ്. ഈസിയാണ്. സോ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 1-2 പ്രോബ്ലംസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ബിറ്റിൻ്റെ ലെങ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എക്സാമിന് ചിലപ്പോൾ ചോദിച്ചാൽ പ്രോബ്ലം എഴുതാൻ പറ്റണം. തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.